ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ മെറ്റീരിയൽ കൺട്രോളിൽ രണ്ടാമത്തെ ടെക്നിക്കായ ഇഒക്യുവിൻ്റെ നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. പ്രോബ്ലം നമ്പർ 1, ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആൻഡ് നമ്പർ ഓഫ് ഓർഡേഴ്സ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാൽക്കുലേഷൻ ഉണ്ട്. ഒന്ന് ഇക്കണോമിക് ഓർഡർ, മറ്റൊന്ന് നമ്പർ ഓഫ് ഓർഡേഴ്സ് ആണ്. ആനുവൽ റിക്വയർമെൻറ്റ്സ് 1600 യൂണിറ്റ്സ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് 40 രൂപ, കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് റിസീവിംഗ് വൺ ഓർഡർ ₹50, ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി 10% ഓഫ് ഇൻവെൻട്രി വാല്യൂ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ √2CO/i, √2CO/i. സി എന്നുള്ളത് എന്താണ് 1600 ആണ്. ഒ എന്നുള്ളത് 40 ആണ്. ഒ എന്നുള്ളത് 50 ആണ്, 50 ആണ്. ദെൻ സി എന്നുള്ളത് 40%, 40 രൂപ, 40 രൂപയുടെ 10 ആണ്. 40 രൂപയുടെ 10 4 വരും. അപ്പോൾ അതിൻ്റെ റൂട്ട് വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ √2CO/i, √2CO/i. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാൽക്കുലേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യണം. ഓക്കെ, 10% ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു √2 ഇൻറ്റു 1600, 1600 ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 50 രൂപയാണ്. 50 രൂപ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് വൺ ഓർഡർ 50 എന്നിങ്ങനെ 50 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ നമുക്ക് 1,60,000 രൂപ വരും. 1,60,000. ഈ 1,60,000 നമ്മൾ 40 രൂപയാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അതിനെ 10 കൊണ്ട് ഡിവൈഡ് 10% എടുക്കാം. അപ്പോൾ 4 രൂപ വരും. അപ്പോൾ ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? അത് കാൽക്കുലേഷൻ, അതായത് 200 യൂണിറ്റ്സ്. എങ്ങനെയാണ് കാൽക്കുലേഷൻ പറഞ്ഞത്? 2 ഇൻറ്റു 1600 ഇൻറ്റു 50, 1,60,000 വരും. 1,60,000. ഇനി നമ്മൾ 40ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 4 രൂപ വരും. അപ്പോൾ 1,00,000 അതിൽ കാൽക്കുലേഷൻ നടത്തുമ്പോൾ 10% ആണ് എടുക്കേണ്ടത്. ക്യാരിയിങ് കോസ്റ്റ് 10% ആണ് എടുക്കേണ്ടത്. അത് ശ്രദ്ധിച്ച് ചെയ്യുക, തെറ്റാതെ ചെയ്യണം. 2 ഇൻറ്റു 1600 ഇൻറ്റു 50, ഓക്കെ, 1,60,000 ബൈ 4. 1,60,000 ബൈ 4 40,000 വരും. 40,000ൻ്റെ റൂട്ട് കാണാം. റൂട്ട് 40,000 എന്ന് ചെയ്ത് നോക്കിയാൽ റൂട്ട് 40,000 വരുമ്പോൾ 200 യൂണിറ്റ്സ് വരും. അപ്പോൾ ഇതിൻ്റെ EOQ എന്നുള്ളത് 200 യൂണിറ്റ്സ്, 200 യൂണിറ്റ്സ്. ഇവിടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി 200 യൂണിറ്റ്സ് എഴുതിയിട്ട് ഇനി ഇതിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് അറിയണം. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്പർ ഓഫ് ഓർഡേഴ്സ് കാണാനുള്ള ഫോർമുല എന്താ? നമ്പർ ഓഫ് ഓർഡേഴ്സ് കാണാനുള്ള ഫോർമുല നമ്മൾ എഴുതിയിട്ടില്ല, ഒന്ന് ശ്രദ്ധിക്കണം. ആനുവൽ കൺസംഷൻ ഡിവൈഡ് ബൈ EOQ ആണ് നമ്പർ ഓഫ് ഓർഡേഴ്സ് കാണാനുള്ള ഫോർമുല. എന്താണ്? ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ EOQ. അപ്പോൾ 1600/200, 1600/200 എന്ന് പറയുമ്പോൾ 8 ഓർഡർ വരും. അപ്പോൾ നമ്പർ ഓഫ് ഓർഡേഴ്സ് 8. അതാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ തനിയെ ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക്. കാൽക്കുലേറ്റ് EOQ ഫ്രം ദി ഫോളോയിങ്. കൺസംഷൻ ഡ്യൂറിങ് ദി ഇയർ 600 യൂണിറ്റ്സ്, ഓർഡറിങ് കോസ്റ്റ് 12 പെർ ഓർഡർ, ദെൻ ക്യാരിയിങ് കോസ്റ്റ് 20%, പ്രൈസ് പെർ യൂണിറ്റ് 20. ഇതിൻ്റെ EOQ കണ്ടുപിടിക്കണം. വേറെ ഒന്നുമില്ല, വെറുതെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ √2CO/i, √2CO/i. അപ്പോൾ ഓർഡറിങ് കോസ്റ്റ് 12 അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 600 ഇൻറ്റു ഓർഡറിങ് കോസ്റ്റ് 12 ആണ്. 12. അപ്പോൾ 14,400 കിട്ടി. 14,400 ഡിവൈഡഡ് ബൈ 20%. എന്തിൻ്റെ? 20ൻ്റെ 20% എന്ന് പറയുന്നത് 20ൻ്റെ 20% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വരും. അപ്പോൾ ഡിവൈഡ് ബൈ 4 3,600 വരും. അപ്പോൾ √3,600. അപ്പോൾ 60 യൂണിറ്റ് വരും. കണ്ടോ, EOQ 60 കണ്ടോ, EOQ 60 ഇതാണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഔട്ട്സൈഡ് സപ്ലൈസിൻ്റെ ബൈസ്. അതിന് നമുക്ക് ഇത് മതി. പ്രോബ്ലം നമ്പർ 2. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഇതിൽ നിങ്ങൾക്ക് തനിയെ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ട് അതൊന്ന് ചെയ്യുക. പ്രോബ്ലം നമ്പർ 1ഉം പിന്നെ ഏതാണ് പ്രോബ്ലം നമ്പർ 2 കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് തനിയെ ട്രൈ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.